വേറെന്നുണ്ടല്ലോ, ഈ ഭയം കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും. ഈ ഭീകര കയ്യിൽ തോക്കുണ്ട്, ഭീകരരോട് ചേർന്ന് നിന്നില്ലെങ്കിൽ പണി കിട്ടുന്ന പറഞ്ഞ ആളുകൾ അങ്ങനെ മാറും. അങ്ങനെ അന്നത്തെ സമാന്തര സർക്കാർ, കൺട്രി വിത്തിൻ ദ കൺട്രി, അതായിരുന്നു 90കളിൽ. അതാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ വലിയൊരു നാശം. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മോഡിയെ പല ഘട്ടങ്ങളും വിമർശിക്കുന്ന ആളാണ്, അമിത്ഷായുടെ വിയോജിപ്പ് വിമർശനങ്ങളുള്ള ആളാണ്. പക്ഷേ കാശ്മീരിൽ അവരെടുത്തൊരു നയതന്ത്രം, ആ 370-ാം വകുപ്പ് പിൻവലിച്ചു. അതിനുശേഷം അവിടെ ടൂറിസം വന്നു, വികസനം വന്നു. അതോടുകൂടി കാശ്മീർ മാറി. ആളുകൾക്ക് മനസ്സിലായി ഹാർമണി, ആഗോളീകരണം വന്നു. കാശ്മീർ ഒരു തുരുത്തല്ല എന്ന്, കാശ്മീരിലേക്ക് മൂലധനം എത്തുന്നു, കാശ്മീരിലേക്ക് അപ്പോൾ ആളുകൾക്ക് സന്തുഷ്ടിയായി. എന്നും തോക്കുള്ള കാലം. അന്ന് ആ ജനങ്ങളും കഷ്ടപ്പെടല്ലേ. കർഫ്യൂകളില്ലാത്ത ദിവസങ്ങൾ കാശ്മീർ ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ആലോചിച്ചൊക്കെ 90 കിഡ്സ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പത്രം വായിച്ചിരുന്നത്. പിന്നെ എന്നുണ്ടാവും വരാമുള്ളയിൽ വെടിയേറ്റ് 3 മരണം, അനന്ത്നാഗിൽ പൊട്ടിത്തെറി 6 പേർ മരിച്ചു, CRPF ജവാൻ മരിച്ചു, ഭീകരരെ വെടിവെച്ചൊന്നു, പൂഞ്ചിൽ അക്രമം. ഇത് കേൾക്കാത്ത ദിവസങ്ങളില്ലായിരുന്നില്ല. ഇന്ന് കാശ്മീർ എത്ര ശാന്തമായി. ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന കാശ്മീരിൽ ആ സ്വർഗമായി നിൽക്കാൻ പറ്റുന്ന ഒരു ജനതയ്ക്ക് കഴിയും. ആ ജനതയെ തല്ലിപ്പിക്കുന്നത് മതമാണ്. ഇതും നമ്മൾ നേരത്തെ ഹമാസിന്റെ കാര്യം പറഞ്ഞ പോണം, മതപരമായ ചിന്തയിൽ നിന്നാണ് ഈ സാധനം ഉണ്ടാകുന്നത്.